നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏദൻ തോട്ടത്തിൻ്റെ ടെറസിലാണ്. നമ്മൾ കുറേ ബന്ദി വെച്ചതെല്ലാം ഓരോന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. വേണ്ട എന്ത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നതെന്ന് വേണ്ട ബഞ്ചായിട്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പൂത്തിട്ട് നല്ല നല്ല സുന്ദരിമാരാകും. എന്നിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ച് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ബന്ദി ഉണ്ടാവും. ഞാൻ അങ്ങനെ എപ്പോഴും വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇവിടെ. അത് ബന്ദിയുടെ വിശേഷം. പക്ഷെ നമുക്കിന്ന് യഥാർത്ഥത്തിൽ കാണാനുള്ള വിശേഷം എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ബസള ചീര, വള്ളിച്ചീര, പപ്പടച്ചീര എന്നൊക്കെ പറയും ഇതിന്. പപ്പടച്ചീര എന്ന് പറയുന്നത് ഇതാണ്ടോ, ഇതിൻ്റെ ഈ വട്ടത്തിലുള്ള ഇല വരച്ചിട്ട് നമുക്ക് ബജിക്കുള്ള മാവ് തയ്യാറാക്കി അതിൽ മുക്കി ബജി തയ്യാറാക്കി പാത്രത്തിലൊക്കെ നിരത്തി വെച്ച് പിള്ളേരെ പറ്റിക്കാനൊക്കെ ഇത് ഒരു ബെസ്റ്റ് സാധനമാണിത്. നമ്മൾ കടയിൽ പോയിട്ട് ആ ഇൻസ്റ്റൻറ്റ് ഫുഡൊന്നും വാങ്ങിക്കാതെ അവർക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് ഇതിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തോരൻ വയ്ക്കാം, പരിപ്പ് കറി വയ്ക്കാം. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, നമ്മൾ ഈ മുരിങ്ങയില തോരൻ വയ്ക്കുമ്പോൾ മുരിങ്ങയിലയ്ക്കൊരു ഹാർഡ്നെസ് ഇല്ലേ, അതിൽ ഇതരിഞ്ഞിട്ട് കഴിയുമ്പം നമ്മുടെ ആ മുരിങ്ങയില തോരനൊരു നമുക്കൊരു സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതും മറ്റും നമ്മുടെ സാമ്പാർ ചീരയും ഞാൻ ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, മുരിങ്ങയിലയിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ കണ്ട ഒരു ചട്ടിയിൽ വെച്ചിട്ട് വേണ്ട ഒരു പൈപ്പ് കൊടുത്ത് ഇങ്ങനെ ചുറ്റി വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അലങ്കാര തോട്ടങ്ങളിൽ പൂച്ചെടികളുടെ ഇടയിൽ ഇത് വെച്ചാൽ നല്ലൊരു അലങ്കാര ചെടി പോലെയും നമുക്കിത് വളർത്താൻ പറ്റും. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇപ്പം ഇതൊന്നേ ഉള്ളൂ, ഈ ചുമന്ന തണ്ടും പച്ച ഇലയും ഉള്ളത്. പിന്നെ ഒരെണ്ണം ഉള്ളത് മൊത്തത്തിൽ പച്ചയായിരിക്കും. അപ്പം നമുക്കിത് കറി വയ്ക്കാം, തോരൻ വയ്ക്കാം. ഏത് രീതിയിലായിരുന്നാലും നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് ഈസി ആയിട്ട് വളർത്താനും കഴിയും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ ഒരു തണ്ട് വെച്ച് പിടിപ്പിക്കുകയോ തണ്ട് കട്ട് ചെയ്ത് ഇപ്പോൾ ഒരറ്റം കട്ട് ചെയ്ത് ഇത്രയുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടിയാൽ തന്നെയും നമുക്കിത് ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ കഴിയും. പിന്നെ ഇതിനിതാ വിത്തുകൾ ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഒരിക്കൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് നശിച്ചു പോവില്ല. ഇതിൻ്റെ ഈ മണികൾ പോലെയുള്ള വിത്ത് ഇതിന് പഴുത്ത് നല്ല കറുത്ത കളറാകും. ഈ വിത്തുകൾ വീണ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പൊടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെന്താണ്, പിന്നെ ഇത് അധികം കീടബാധയൊന്നും ഇതിന് കാണാറില്ല. അധികം സ്ഥലമില്ല, സമയമില്ല എന്നുള്ളവർക്കൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ഇലക്കറിയാണ്. നമുക്ക് വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ഇലക്കറി ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ പല പ്രയോജനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ അലങ്കാര ചെടിയായ ബസളച്ചീര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.